അയർലൻഡിൽ താമസിക്കുന്ന നമുക്ക് എല്ലാവർക്കും നമ്മുടെ നാടൻ ഫുഡ് എന്ന് പറയുന്നത് എപ്പോഴും ഒരു നൊസ്റ്റാൾജിയാണ് അല്ലെ. അതൊരു മധുര പലഹാരമായിക്കോട്ടെ, ചെറുകടി ആയിക്കോട്ടെ, അതും അല്ലെങ്കിൽ നമ്മൾ കപ്പ എന്നൊക്കെ പറഞ്ഞ നമ്മുടെ ഒരു വീക്ക്നെസ് ആണ് എപ്പോഴും. അപ്പൊ അതിനുണ്ടാക്കുന്ന ആ ഒരു കപ്പ, നമ്മൾ ഫ്രോസൺ കപ്പ മേടിക്കാറുണ്ട്, അതിനകത്ത് ഇടാനായിട്ടുള്ള തേങ്ങ നമ്മൾ ഫ്രോസൺ മേടിക്കാറുണ്ട്, അല്ലെങ്കിൽ വേറെ പച്ചക്കറികൾ ഈ പറഞ്ഞ സാമ്പാർ കൂട്ട കാര്യങ്ങളൊക്കെ ഫ്രോസൺ മേടിക്കാറുണ്ട്. ഇത് പ്രൊവൈഡ് ചെയ്യുന്ന പല ബ്രാൻഡഡ് ഐറ്റംസ് നമുക്ക് അയർലൻഡിൽ അവൈലബിൾ ആണ്. ഇതിലൊരു പുതിയൊരു ബ്രാൻഡ് നമുക്ക് അയർലൻഡിൽ ഇപ്പം വരുന്നുണ്ട്. അവിടെ ഒരു സ്റ്റോറേജിലാണ് ഞാനിപ്പോൾ വന്ന് നിൽക്കുന്നത്. എന്തിനാണ് ഇവിടെ വന്നിരിക്കുന്നത് വെച്ചാൽ ഈ ഒരു ബ്രാൻഡ് പരിചയപ്പെടുത്താനായിട്ടല്ല, പക്ഷേ ഇങ്ങനെ ഒരു ഫ്രോസൺ ഫുഡ് നമ്മൾ കഴിക്കുന്ന ഇതിന്റെ അകത്ത് എന്തെല്ലാം വരായികളുണ്ട്, ഇതിനകത്ത് എന്തെങ്കിലും പ്രിസർവേറ്റീവ് ഉണ്ടോ ഇല്ലയോ, അല്ലെങ്കിൽ ഇതിനകത്ത് സ്റ്റോറേജിലെ ക്വാളിറ്റി, ഇങ്ങനെയുള്ള കുറച്ച് ഇൻഫർമേഷൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത്. ഇത് നമുക്ക് നേരിട്ട് ഈ ഒരു പുതിയൊരു ബ്രാൻഡ് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഞാനിത് ടേസ്റ്റ് നോക്കിയിട്ട് എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടോണ്ടാണ് ഞാനിത് പറയുന്നത്. ഇതിപ്പം ഈ ഒരു ഫ്രോസൺ ഉഴുന്നുവടയാണ്. നമുക്കറിയാം നമ്മുടെ നാട്ടിൽ നമുക്കൊരു 4 മണിക്ക് നമുക്കൊരു ചെറുകടിയും കാര്യങ്ങളൊക്കെ ഒരു ഉഴുന്നുവടയൊക്കെ കിട്ടുകയാണെങ്കിൽ സൂപ്പർ ആയിരിക്കല്ലേ. ജസ്റ്റ് നമുക്ക് മൈക്രോവേവ് ഓവൻ്റെ അകത്ത് വെച്ച് ചൂടാക്കി എടുത്താൽ മതി. അപ്പം ഇതിൻ്റെ അകത്ത് നമ്മൾ കുറച്ച് ഇതിൻ്റെ ഒരു ക്വാളിറ്റിയും കാര്യങ്ങളെല്ലാം ഇത് നമുക്ക് വേണ്ടി ഇവിടെ അയർലൻഡിലേക്ക് കൊണ്ട് എത്തിക്കുന്ന ഈ കേര ഫുഡ്സിന്റെ മുതലാളിമാരോട് തന്നെ നേരിട്ട് ഞങ്ങൾ ചോദിച്ചു മനസ്സിലാക്കാം. അപ്പോൾ ഈ ഒരു പ്രോഡക്റ്റിന്റെ മുതലാളിയാണ് നമ്മൾ ഇന്നിപ്പോൾ പരിചയപ്പെടാനായിട്ട് പോകുന്നത്. ഇതാണ് നമ്മുടെ സാവിയോ. സാവിയോ എന്ന് പറയുന്നത് നമുക്കറിയാം മലയാളികൾക്ക് വേണ്ടി ധാരാളം ഫുഡ് പ്രോഡക്ട്സ് നമ്മുടെ അയർലൻഡിലേക്ക് വർഷങ്ങളായിട്ട് എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം കിച്ചൺ ട്രഷർ ഡെഫിനറ്റ്ലി എല്ലാവരും കേട്ടിട്ടുണ്ട്, ആശീർവാദ് ആട്ട, ഇതുപോലെ ഒരു 10-20ഓളം ഡിഫറെന്റ് പ്രോഡക്റ്റ് ഓൾറെഡി മലയാളിക്ക് വേണ്ടി ഇവിടെ വർഷങ്ങളായിട്ട് എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ ഒരു പുതിയ സംരംഭമാണ് ഈ കേര ഫുഡ് എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ ഇത് എന്ന് തുടങ്ങി, ഇത് നമ്മുടെ മലയാളികൾക്ക് ഇത് എവിടുന്ന് കരസ്ഥമാക്കാൻ വേണ്ടി എവിടുന്ന് മേടിക്കാനായിട്ട് സാധിക്കും, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പ്രേക്ഷകർക്ക് വേണ്ടി ഷെയർ ചെയ്യാം. തീർച്ചയായിട്ടും. കേര ഇപ്പോൾ ഒരു റീസെന്റ് ആയിട്ട് ഇറങ്ങിയ ഒരു പ്രോഡക്റ്റ് ആണ്. ഇപ്പോൾ ഒരു 14 years ആയിട്ട് പല ബ്രാൻഡുകൾ, പവിഴം, കിച്ചൺ ട്രഷർ, എലൈറ്റ്, ആശീർവാദ്, അങ്ങനെ കുറച്ച് ബ്രാൻഡുകൾ നമ്മൾ മലയാളികൾക്കും ഏഷ്യൻ കമ്മ്യൂണിറ്റിക്ക് വേണ്ടി ഞാൻ ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്തായിരുന്നു. അതിന്റെയൊക്കെ എക്സ്പീരിയൻസ് ചെയ്ത് വെച്ച് കേര ഇത് ഇവിടെ അത്യന്താപേക്ഷമായി നമ്മുടെ സൗത്ത് ഇന്ത്യയിൽ നിന്നുള്ള നമ്മുടെ ട്രഡീഷണൽ സാധനം കൊണ്ടുവരാനുള്ള ആഗ്രഹം കൊണ്ടും ഇവിടുത്തെ ഡിമാൻഡ് അനുസരിച്ചും നമ്മൾ കൊണ്ടുവന്നാണ്, റീസെന്റ് ആയിട്ട് കൊണ്ടുവന്നാണ്. ഇപ്പോൾ ഓൾമോസ്റ്റ് ഒരു 90% ഏഷ്യൻ ഷോപ്പിൽ അവൈലബിൾ ആണ്. ഇനി എനിക്ക് ചോദിക്കാനുള്ള ഒരു ചോദ്യം, ഇതിന്റെ ഒരു ക്വാളിറ്റിയെ പറ്റി. നിങ്ങളുടെ ഒരു നാട്ടിൽ നിന്ന് ഇത് സോഴ്സ് ചെയ്ത് ഇത് കൊണ്ടുവരുമ്പോഴത്തേക്കും നിങ്ങളുടെ ഒരു ഫ്രോസൺ ഫുഡാണ്. അപ്പൊ ഈ ഒരു ഫ്രോസൺ ഫുഡ് നമ്മൾ കൊണ്ടുവരുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ഒരു പ്രേക്ഷകർക്ക് വേണ്ട. നിങ്ങൾ ഇതിന്റെ ഒരു ക്വാളിറ്റി എങ്ങനെ അഷ്വർ ചെയ്യുന്നു? ഇതിന്റെ ടെമ്പറേച്ചർ താഴെ പോവാതെ, അത് വൈൽ ഷിപ്പിംഗ് ആയിക്കോട്ടെ, അതായത് ഷിപ്പയിൽ വരുന്ന സമയത്തായിക്കോട്ടെ, ഇവിടെ അയർലൻഡിലെ പോർട്ടിൽ സാധനം വന്ന് ഇറങ്ങി, അതിനുശേഷം അവിടുന്ന് നിങ്ങളുടെ വെയർ ഹൗസിലേക്ക് വന്നു, വെയർ ഹൗസിൽ നിന്ന് അതായത് മലയാളി കടകളിലേക്ക് പോന്നു. ഈ ഒരു ഡിസ്ട്രിബ്യൂഷൻ സമയത്തെല്ലാം ഈ ഒരു ക്വാളിറ്റി നിങ്ങൾ ആസ് എ ഡിസ്ട്രിബ്യൂട്ടർ എങ്ങനെയാണ് എൻഷുർ ചെയ്യുന്നത്? ഫസ്റ്റ് ഓഫ് ഓൾ ഈ ഒരു പ്രോഡക്റ്റ്, കേര പ്രോഡക്റ്റ് തന്നെ അയർലൻഡിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ ഒരു 2.5 years ഒരു പരിശ്രമം ഉണ്ടായിരുന്നു. ഇതിന്റെ ബേസിക്കലി ഇതിന്റെ നല്ല സോഴ്സ് ഓരോ പ്രോഡക്റ്റും ഇത് എല്ലാം ഒരു ഒറ്റ ഫാക്ടറിയിൽ നിന്ന് പ്രിപ്പയർ ചെയ്തതല്ല. ഉണ്ണിയപ്പം എടുക്കുവാണെങ്കിൽ തന്നെ കേരളത്തിൽ എവിടെയാണ് ബെസ്റ്റ് ആ മിക്സ് അല്ലെ ആ പെർട്ടിക്കുലർ ഷെഫ് പ്രിപ്പയർ ചെയ്യുന്ന ആ നാടൻ രീതിയിലുള്ള ഒരു ക്വാളിറ്റിയിലാണ് ഇത് ഞാൻ ഇറക്കിയിരിക്കുന്നത്. അതേപോലെ തന്നെ കുറച്ച് ഡിഫറെന്റ് ആയിട്ടുള്ള പ്രോഡക്റ്റുകൾ, ഉന്നക്ക, അല്ലെങ്കിൽ നമ്മുടെ കേരളയില് ആൾക്കാർ അക്സെപ്റ്റ് ചെയ്തത് പൊറോട്ട എസ്പെഷ്യലി എടുത്ത് പറയേണ്ട ഒരു ഐറ്റമാണ്. മാനുഫാക്ചറിങ് തൊട്ട് ഇവിടം വരെ എത്തുന്നെന്ന് പറഞ്ഞാൽ ഫസ്റ്റ് മെയിൻ തിങ് എന്ന് പറഞ്ഞാൽ ഫ്രോസൺ പ്രോഡക്റ്റിൽ ഇതിന്റെ അകത്ത് പ്രിസർവേറ്റീവ്സ് ഒന്നുമില്ല. നമ്മൾ പ്രവാസികളായിട്ടിരിക്കുമ്പോൾ ഓൺ ട്രഡീഷണൽ അല്ലെങ്കിൽ നമ്മുടെ നൊസ്റ്റാൾജിക് പ്രോഡക്റ്റുകൾ സെയിം സ്ട്രക്ചറിൽ സെയിം ടേസ്റ്റിൽ കൊണ്ടുവരാൻ സാധിക്കുന്നുണ്ട്. നമ്മുടെ ഫുഡ് സേഫ്റ്റി നമ്മുടെ ഇതേ ക്വാളിറ്റി തന്നെ ഇരിക്കാനും സ്റ്റാൻഡേർഡ് ഇത് കീപ്പ് ചെയ്യേണ്ടത് -18 ആണ് ഓൾ ദ ടൈം. ഇപ്പം നമ്മൾ കടയിൽ ഇപ്പം നമ്മളിത് വാങ്ങാൻ പോകുമ്പോൾ ഇത് -19 ഇരിക്കുന്നത്. അല്ലാത്ത സമയത്തെല്ലാം -25 ഇത് നമ്മുടെ വെയർ ഹൗസിലെ ട്രാൻസ്പോർട്ടേഷനിൽ എല്ലാം -25 അതിൽ താഴെ പോകാറില്ല. അതിൽ ആ ഒരു ടെമ്പറേച്ചർ കീപ്പ് ചെയ്യുന്നതാണ്. ഇപ്പം എല്ലാ ഏഷ്യൻ ഷോപ്പിലും നമ്മൾ പോയി ഒരു പ്രോഡക്റ്റ് എടുത്താൽ അത് -18 തന്നെയാണ് ഇരിക്കുന്നത്. -18 അതിന്റെ ഒരു സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ. അതിന്റെ പ്രൊഡക്ഷൻ നോർമലായിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നു. അത് കഴിഞ്ഞ് റൂം ടെമ്പറേച്ചറിൽ കൂൾ ചെയ്ത് കഴിഞ്ഞ് നേരെ ബ്ലാസ്റ്റ് ഫീസ്റ്റർ, അതായത് 40 ഡിഗ്രിയിൽ 2 to 3 hours ഡീഫ്രോസ്റ്റ് ചെയ്യുവാണ്. അപ്പൊ അതിന്റെ അകത്ത് ബാക്ടീരിയ അതിന്റെ അകത്ത് കയറുന്നില്ല. 40 ഡിഗ്രി 2 to 3 hours കഴിഞ്ഞ് കഴിഞ്ഞിട്ട് 25 ഡിഗ്രിയിലോട്ട് സ്റ്റോർ ചെയ്യുവാണ്. ആ ടെമ്പറേച്ചർ സ്റ്റാർട്ടിങ് തൊട്ട് നമ്മുടെ ഇവിടെ വരെ വരുന്ന ആ പ്രൊസീജിയറിൽ എപ്പോഴും അത് മെയിൻറ്റെയിൻ ചെയ്യും. അതുകൊണ്ട് അതിന്റെ അകത്ത് ഒരു എക്സ്റ്റേണൽ ബാക്ടീരിയോ അല്ലെങ്കിൽ ഒരു പ്രിസർവേറ്റീവ് ആഡ് ചെയ്ത്
നിൽക്കേണ്ട കാര്യമില്ല. പിന്നെ ഇത് ബേസിക്കലി 2 years ഡേറ്റഡ് പ്രോഡക്റ്റ് ആണ്. അപ്പൊ നിങ്ങൾ 2 years പ്രോഡക്റ്റ് വരുമ്പോൾ എന്നെ സംബന്ധിച്ചുള്ള എനിക്ക് വീട്ടിൽ കുഞ്ഞു പിള്ളേർ വരെയുള്ളതാണ്. അപ്പൊ ഒരു 2 വർഷത്തെ എക്സ്പയറി ഡേറ്റ് പ്രിന്റ് ചെയ്തിരിക്കുന്ന ഏതൊരു പ്രോഡക്റ്റ്, ഈ ഒരു ഫ്രോസൺ പ്രോഡക്റ്റ് 2 വർഷത്തെ എക്സ്പയർ ചെയ്യണം. അപ്പൊ എന്നെ സംബന്ധിച്ചുള്ള ആസ് എ പേരന്റ് എനിക്കത് വലിയൊരു കൺസേൺ തന്നെയാണ്. 2 വർഷമൊക്കെ എക്സ്പയറി ഡേറ്റ് ഉള്ള സാധനം ഇത് കേടുകൂടാതെ ഇരിക്കുമോ? അപ്പൊ അതിന് മാത്രം ഇതിന്റെ മാത്രം എന്തെങ്കിലും പ്രിസർവേറ്റീവ്സ് ഡെഫിനറ്റ്ലി ഇതിന്റെ അകത്ത് ഉണ്ടാകുന്നതാണ് ഞാൻ ആസ് എ കോമൺ മാൻ ചിന്തിക്കുന്നത്. അപ്പം അതിന്റെ ഒരു ആൻസർ അതിന്റെ അകത്ത് പ്രിസർവേറ്റീവ് ഇല്ല എന്ന് തന്നെയാണ് നിങ്ങൾ പറയുന്നത്. ഇതിന്റെ അകത്ത് പ്രിസർവേറ്റീവ് വരത്തില്ല. ഈവൻ ഫ്രോസൺ പ്രോഡക്റ്റില് ഓൾമോസ്റ്റ് എല്ലാ ബ്രാൻഡിലും പ്രിസർവേറ്റീവ്സ് ഇല്ല. പിന്നെ ഇതിന്റെ അകത്ത് അനിമൽ ഓറിയന്റഡ് പ്രോഡക്ട്സുകൾ ഇതിന്റെ അകത്ത് ആഡ് ചെയ്യുന്നില്ല. നമ്മൾ നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് മാത്രമേ ഉള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ -40 3 to 4 hours വെക്കുന്നത് കൊണ്ട് അതിന്റെ അകത്ത് ബാക്ടീരിയൻ കണ്ടന്റ് കാര്യങ്ങളൊന്നുമില്ല. പിന്നെ അങ്ങോട്ടുള്ള അവിടുത്തെ സ്റ്റോറേജ് ടിൽ നമ്മുടെ വെയർഹൗസ് വരെ, ടിൽ ടു ദ ഏഷ്യൻ ഷോർ എത്തുന്നവരെ ആ 25 ഡിഗ്രി മിനിമം എങ്കിലും കീപ്പ് ചെയ്യുന്നുണ്ട്. ആ കീപ്പ് ചെയ്യുന്ന പ്രോഡക്റ്റ് 2 years ഷെൽഫ് ലൈഫ് കിട്ടും. പച്ചക്കറികളെല്ലാം ഫ്രോസൺ ആയിട്ട് വരുന്നുണ്ട് അല്ലെ? വെജിറ്റബിൾസ്, അത് സാമ്പാർ കൂട്ടായിക്കോട്ടെ അടക്കം നിങ്ങൾക്ക് ഫ്രോസൺ ഐറ്റംസ് വരുന്നുണ്ട്. അപ്പോൾ എഗെയിൻ ഇതൊരു പ്രിസർവേറ്റീവ് ഇല്ല എന്ന് നമ്മൾ പറയുന്നു. അതായത് ഫ്രഷ് ആയിട്ടുള്ള പച്ചക്കറികൾ നമുക്ക് ഇന്ത്യൻ ഷോപ്സിൽ ഒരുപക്ഷെ ഇവിടെ അവൈലബിൾ ആണ് അല്ലെ? അപ്പോൾ അതായിരിക്കും ബെറ്റർ, ഇതായിരിക്കും ബെറ്റർ? ഫ്രഷ് പച്ചക്കറി ആയിട്ട് മേടിക്കുന്നതാണോ അതോ ഫ്രോസൺ ആയിട്ട് മേടിക്കുന്നതായിരിക്കും ബെറ്റർ? ഫ്രോസൺ വെജിറ്റബിളിന്റെ മെയിൻ അട്രാക്ഷനും ഇതിന്റെ ഒരു പ്രൈസ് അഫോർഡബിലിറ്റി ആണ്. ഫ്രഷ് വെജിറ്റബിൾ വീക്ക്ലി അല്ലെങ്കിൽ നാട്ടിൽ നിന്ന് ഫ്ലൈറ്റിലാണ് വരുന്നത്. ഇത് ഫ്രോസൺ ആകുമ്പോൾ നമുക്ക് ഇതിന്റെ പ്രിക്വയർമെന്റ് ഫ്രഷ് ആയിട്ട് തന്നെ സ്ട്രെയിറ്റ് അവേ ഇതിന്റെ സൈസിൽ കട്ട് ചെയ്യുന്നു, ബ്ലാസ്റ്ററിൽ വെച്ച് ഫ്രോസൺ ചെയ്തിട്ട് നേരെ അതിന്റെ ഒരു ഗുണങ്ങളും പോകാതെ തന്നെ ഡീഫ്രോസ്റ്റ് ചെയ്യുവാണ്. അത് കസ്റ്റമർ എൻഡിൽ എത്തുന്നവരെ ആ ഒരു ടെമ്പറേച്ചർ കീപ്പ് ചെയ്യുന്നതുകൊണ്ട്, അങ്ങനെ കീപ്പ് ചെയ്താൽ മാത്രമേ നമുക്ക് ആ ഒരു ക്വാളിറ്റിയും ആ ഒരു ഫ്രഷ്നെസ്സും കിട്ടത്തുള്ളൂ. പ്രിസർവേറ്റീവ്സ് ഇല്ല. കൺവീനിയന്റും ആ ഫ്രഷ് ഇതിലാണ് പ്രിക്വയർ ചെയ്യുന്നതും നമ്മൾ പ്രോസസ് ചെയ്യുന്നതും കസ്റ്റമറിൽ എത്തിക്കുന്നതും. ഇതാ ഒരു ഫ്രഷ് ആയിട്ട് തന്നെ അതാത് എന്താ പറയാ ഒരു ഫാമിൽ നിന്ന് പ്ലക്ക് ചെയ്ത് ഇത് പാക്ക് ചെയ്ത് പ്രോസസ് ചെയ്ത് വടവൂടെ എത്തുന്നു. അപ്പൊ ആ ഒരു ഡിലേ വരുന്നില്ല. അപ്പൊ ഒരു ഡെഫിനറ്റ്ലി ക്വാളിറ്റി വൈസ്. പിന്നെ വേറൊരു കാര്യം എടുത്തു പറയാനുള്ള, ഇതിന്റെ അകത്ത് ഈ പറഞ്ഞ പോലെ നമ്മളിപ്പോ നാട്ടിലെ വിഷാംശം കലർന്ന ഒരു വെജിറ്റബിളോ ഒന്നുമല്ല നമുക്ക് അയർലൻഡിലോട്ട് കൊണ്ടുവരാൻ സാധിക്കില്ല. അത് പെസ്റ്റിസൈഡ് ഫ്രീ ആയിട്ടുള്ളതും അതിന്റെ ക്വാളിറ്റിയിലുള്ള സാധനങ്ങൾ മാത്രമേ നമ്മളിവിടെ കൊണ്ടുവരാൻ സാധിക്കത്തുള്ളൂ, നമുക്കിവിടെ വിൽക്കാൻ റൂൾ അനുവദിക്കുന്നുള്ളൂ. അതുപോലെ ഞാൻ എവിടെയോ നിങ്ങളുടെ ഒരു പെർട്ടിക്കുലർ പ്രോഡക്റ്റ്, എനിക്ക് നമ്മുടെ ഈ ബനാന റോസ്റ്റ് ആണെന്ന് തോന്നുന്നു അല്ലെ? അപ്പൊ അതിൽ ഞാനിങ്ങനെ ഒരു ഇമേജ് എവിടെയോ കണ്ടിരുന്നു. ഈ പറഞ്ഞ പോലെ നിങ്ങൾ ആ ഒരു വാഴയിലേക്കകത്താണ് ഇത് പാക്ക് ചെയ്ത് ഇതിന്റെ അത് വരുന്നത് അല്ലെ? അതിന്റെ ഡീറ്റെയിൽസ് ഒന്ന് പറയാമോ? ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുമ്പോൾ, നമ്മൾ വാട്ടിയ വാഴയിലയിൽ അതിന്റെ ഫ്ലേവർ നഷ്ടപ്പെടാതെ ഫ്രൈ ചെയ്ത് കഴിഞ്ഞ് അതിന്റെ റൂം ടെമ്പറേച്ചർ ആയിക്കഴിഞ്ഞ് ഇതിൽ പൊതിഞ്ഞ് -40 പ്രിസർവ് ചെയ്തിട്ട് കൊണ്ടുവരുന്നതാണ്. ഇതിന്റെ ഒരു ടേസ്റ്റ്, ഒരു ഫ്ലേവർ ഡീഫ്രോസ്റ്റ് ചെയ്ത് കഴിക്കുമ്പോൾ നമ്മുടെ ആ വാഴയിലയുടെ വാട്ടിയ ഇതിന്റെയും കൂടെ ഫ്ലേവർ ഇതിൽ കാണും. അങ്ങനെ ഈച്ച് ആൻഡ് എവറിത്തിങ് നമ്മൾ കേരയിൽ പഴയ നൊസ്റ്റാൾജിക് ടേസ്റ്റ് കൊണ്ടുവരാനായിട്ട് മാക്സിമം നോക്കിയിട്ടുണ്ട്. കണ്ണിങ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഞാൻ ചോദിക്കാറ് പോകുന്നത്. ഈ ഒരു പ്രൊഡക്റ്റ് കപ്പ അല്ലെ? ഈ സ്ലൈസ്ഡ് കപ്പ നമുക്ക് എല്ലാ ബ്രാൻഡിന്റെയും അവൈലബിൾ ആണ്. അതിപ്പം നിങ്ങളുടെ കേര ബ്രാൻഡ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഏത് ബ്രാൻഡിന്റെയും ഫ്രോസൺ ഫുഡ് എടുത്താലും ഇതിന്റെയൊക്കെ ഒരു നെറ്റ് വെയിറ്റ് എന്ന് പറയുന്നത് 908 gram ആണ്. ഇതിന്റെ ഒരു നെറ്റ് വെയിറ്റ് ആയിട്ട് ഈ ഒരു പ്രോഡക്റ്റിൽ കാണിക്കുന്നത്. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ 900 ഗ്രാമിനും ചെയ്യായിരുന്നു, 950 ചെയ്യാണെങ്കിൽ 1 കിലോ തികച്ച് വേണമെങ്കിലും നിങ്ങൾക്ക് ഇത് ചെയ്യായിരുന്നു. ഇത് എന്തുകൊണ്ടാണ് ഈ 908 grams ഒരു സാധാരണക്കാരൻ അറിയേണ്ട ഒരു കാര്യം? 908 gram പ്രിഫർ ചെയ്യാൻ കാരണം US അല്ലെങ്കിൽ കൂടുതൽ രാജ്യങ്ങളിൽ 2 lb അതായത് പൗണ്ട്സിലാണ് അത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതിന്റെ ഒരു കാരണത്താലാണ് ഈ ഒരു 908 gram. ഒട്ടുമിക്ക എല്ലാ ബ്രാൻഡുകളും ഈ ഒരു സ്റ്റാൻഡേർഡ് വെയിറ്റ് ആണ് പ്രിഫർ ചെയ്യുന്നത്. പിന്നെ അയർലൻഡിന് വേണ്ടി തന്നെ 2 കിലോ പാക്ക് കമ്മിങ് ബാച്ചിൽ വരുന്നുണ്ട്. നമുക്ക് ഈ ഒരു ഓരോ പാക്കറ്റിലും ഒരു ഹോളോഗ്രാം സ്റ്റിക്കേഴ്സ് ഉണ്ട് അല്ലെ? ഒരു സാധാരണക്കാരെ സംബന്ധിച്ചോളം ഇത് ചുമ്മാ ഒരു ലേബൽ അല്ലെങ്കിൽ സ്റ്റിക്കർ, പക്ഷെ ഇതൊരു ചുമ്മാ ഒരു സാധാ സ്റ്റിക്കർ അല്ല. അപ്പൊ ഈ ഹോളോഗ്രാം എന്താണ്, അതിന്റെ ഒരു ഇമ്പോർട്ടൻസ്, അതിനെപ്പറ്റി ഒന്ന് ഫ്രഷർക്ക് പറയാമോ? ഹോളോഗ്രാം ജസ്റ്റ് നമുക്ക് പ്രിന്റ് ചെയ്യാൻ പറ്റില്ല. ഇതിനൊരു സർട്ടിഫിക്കേഷൻ ഉണ്ട്. അതത് കമ്പനിയിൽ മാത്രമേ നമ്മൾ അത് ഓതറൈസ് ചെയ്ത് നമുക്ക് കൊടുക്കാൻ സാധിക്കത്തുള്ളൂ. ജസ്റ്റ് ഇത് നമുക്ക് വേറൊരു തേർഡ് പാർട്ടി അല്ലെങ്കിൽ ഇതൊരു ഡ്യൂപ്ലിക്കേറ്റ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റത്തില്ല ഈ പ്രോഡക്റ്റിന് അല്ലെങ്കിൽ ഈ ഹോളോഗ്രാമിന്.